അമ്മമാരെ നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുവാൻ തയ്യാറായ ഇടുക്കി സ്വദേശിനിയായ ഭാവനയും അവരുടെ ഭർത്താവ് സജിനും 1000 പൂച്ചെണ്ടുകൾ 1000 അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. എന്നാൽ ആരോഗ്യമേഖലയിൽ ഇതൊരു പുതിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത എത്രത്തോളമുണ്ട് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു സംഭവമായി വിദഗ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിന് മുലയൂട്ടുന്ന സ്ത്രീയുടെ അമ്മ മനസ്സ് അത് മനുഷ്യത്വമാണ്, മാതൃത്വമാണ്. എന്നാൽ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആര് സമാധാനം പറയും? സജിൻ്റെയും ഭാവനയുടെയും വലിയ മനസ്സിനെ ആദരിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് RR ടോക്സ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം തൻ്റേതല്ലാത്ത ഒരു കുട്ടിക്ക് മുലയൂട്ടുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ്. ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുമായി RR ടോക്സ് നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരാളുടെ കുഞ്ഞിനെ മുലയൂട്ടാൻ തയ്യാറാകുന്നത് ഒരു വലിയ മനസ്സാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഇതുകൊണ്ട് മുലയൂട്ടപ്പെടുന്ന കുട്ടിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ്. ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുലയൂട്ടുന്ന അമ്മയ്ക്കുള്ള എല്ലാ രോഗങ്ങളും ഈ കുട്ടിക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, കോവിഡ് എന്ന മഹാമാരി മനുഷ്യരാശിയെ പിടിച്ചുലച്ചിട്ട് അധിക നാളൊന്നും ആയില്ല. ഈ കോവിഡ് വൈറസ് ബാധിതരായ ഒരാൾ നോൺ സിംറ്റമാറ്റിക് ആണെങ്കിൽ കോവിഡിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ വ്യക്തിയിൽ കാണുകയില്ല. ഇത്തരത്തിൽ മുലയൂട്ടുന്ന അമ്മയ്ക്ക് കോവിഡ് പോലെയുള്ളൊരു വലിയ രോഗമുണ്ടെങ്കിൽ ഒന്നുമറിയാത്ത ആ കൊച്ചു കുഞ്ഞ് മുലയൂട്ടപ്പെടുന്നതിലൂടെ കോവിഡ് രോഗിയായി മാറുകയാണ്. ഈ അമ്മയ്ക്കുള്ള എല്ലാത്തരം രോഗങ്ങളും കുഞ്ഞിലേക്ക് പകരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരമ്മ മുലയൂട്ടാൻ തയ്യാറാകുകയാണെങ്കിൽ അവരെ വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇവിടെ സജിൻ്റെയും ഭാവനയുടെയും കാര്യം എടുത്താൽ തന്നെ ഇത്തരത്തിലുള്ള യാതൊരു പരിശോധനകളും നടന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. സജിൻ്റെയും ഭാവനയുടെയും ഈ ഒരു നടപടി, അല്ലെങ്കിൽ സജിനും ഭാവനയും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായതോടുകൂടി ഇവിടുത്തെ മാധ്യമങ്ങളും ആരോഗ്യരംഗവും ജനങ്ങളും എല്ലാം വൈകാരികമായി മാത്രമാണ് ഈ വിഷയത്തെ സമീപിച്ചത്. എന്നാൽ ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം, അടുത്ത തലമുറയെ ബാധിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആരും ചിന്തിച്ചില്ല. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യവകുപ്പായിരുന്നു. ഒരു ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് NDRFൻ്റെയോ ആർമിയുടെയോ സന്നദ്ധ സംഘടനകളുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല, മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായി ഇടപെടൽ നടത്തുവാനാണ് ആരോഗ്യവകുപ്പ് എന്നൊരു വലിയ പ്രസ്ഥാനം, വലിയൊരു വകുപ്പ് തന്നെ നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ളത്. എന്നാൽ ഈ ആരോഗ്യവകുപ്പ് നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുവാൻ സാധിച്ചില്ല എങ്കിൽ അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഫോർമുലകൾ ആ കുട്ടിക്ക് നൽകുക എന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള അത്തരത്തിലുള്ള ഫോർമുലകൾ നൽകുക എന്നതാണ് അതിനുള്ള ഏറ്റവും ഉത്തമമായ പ്രതിവിധി. ഒരുപക്ഷെ സജിനും ഭാവനയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള മാനസികമായ കാരണം മറ്റൊരു കുഞ്ഞിനെ മുലയൂട്ടുന്ന പോലീസുകാരി, അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ മുലയൂട്ടുന്ന നഴ്സ്, ഇങ്ങനെയുള്ള വാർത്തകളായിരിക്കാം ഇവരെ സ്വാധീനിച്ചത്. ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ആരോഗ്യരംഗത്തിൻ്റെ പരാജയമാണ് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ മറുനാടൻ മലയാളി സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു സീനിയർ നേഴ്സ് പറഞ്ഞത് കേൾപ്പിക്കുന്നുണ്ട്. അവർ ഉപയോഗിച്ച ഭാഷയോടും അവർ പറഞ്ഞ രീതിയോടും ഒന്നും തന്നെ RR ടോക്സ് യോജിക്കുന്നില്ല. എന്നാൽ അവർ പറഞ്ഞതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ RR ടോക്സ് ആ ശബ്ദരേഖയുടെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകർക്കായി ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ വിഷയത്തെ വൈകാരികമായി കാണുന്നതിനപ്പുറം ഇതിൻ്റെ സാങ്കേതിക തലങ്ങൾ മനസ്സിലാക്കി പക്വതയോടുകൂടി RR ടോക്സിൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറുനാടൻ മലയാളിയുടെ ചാനലിൽ വന്ന അമേരിക്കയിൽ നിന്നുള്ള നേഴ്സിൻ്റെ ശബ്ദരേഖയുടെ പ്രധാന ഭാഗങ്ങൾ കൂടി കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു നേഴ്സ് മാനേജറാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ലേബർ ആൻഡ് ഡെലിവറി, പീഡിയാട്രിക്, നിയോനേറ്റൽ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ICUയിലൊക്കെയാണ്. അതായത് നിയോനേറ്റൽ, ICU, അങ്ങനെ ആ ഏരിയ മുഴുവനും കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീയെ ആരെങ്കിലും പ്രീ സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു വ്യക്തിയും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങരുത്. വല്ല ഡെസേർട്ടിലോ അല്ലെങ്കിൽ ഈ പ്രളയം ഉണ്ടായി അന്നേരം ആ സെയിം ടൈമിലൊന്നും എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോ, അങ്ങനെ അല്ലെങ്കിൽ പല കാട്ടിലോ ഒക്കെ ആണെങ്കിൽ ഗതികേട് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെയൊന്നും ചെയ്തെന്ന് വരാം.
പക്ഷെ എങ്കിലും അതും ചെയ്യാതിരിക്കുക. കാരണം അല്പം വെള്ളം, തിളപ്പിച്ച വെള്ളമുണ്ട്, ഇത്തിരി ഷുഗറും ഉണ്ടെങ്കിൽ ഫോർ ടൈം ബീങ് കുറച്ച് നേരത്തേക്ക് ആ കുഞ്ഞിന്റെ വിശപ്പടക്കാൻ പറ്റും. പിന്നെ നാട്ടിലെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെയുള്ള ഒരു വൃത്തികേടൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശം. കാരണം ഒരു കഴിഞ്ഞ ദിവസം ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ന്യൂസ് 18 ചാനലിൽ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു. ഒരു വിദ്യാഭ്യാസവും വിവരമില്ലാത്ത ഒരു നേഴ്സ്, അവളും ഒരു അന്യസംസ്ഥാനക്കാരി ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ വെച്ച്, അതാണ് ഏറ്റവും സങ്കടകരം, ഹോസ്പിറ്റൽ ലേബർ ആൻഡ് ഡെലിവറിയിൽ ഫോമുല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ എന്താ ചെയ്യുക? മിസ്സസ് വീണ ജോർജിന് ഭയങ്കര ഷെയിമായി പോകും. അതായത് ഇൻഫന്റ് ഫോമുല എന്ന സാധനം ഹോസ്പിറ്റലിലെ എല്ലാ ലേബർ ആൻഡ് ഡെലിവറിയിലും എല്ലാ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റ്സിലും വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഒരു പക്ഷേ അമ്മയ്ക്ക് അന്നേരം ഫീഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുഞ്ഞിന്റെ ഷുഗർ താഴെ പോയി, അത് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഫോമുല കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടിക്ക്. അങ്ങനെ കൊടുക്കണം. കാരണം അത് ഒരു സാമാന്യമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അവിടെ ഒരു ദുരന്തം ഉണ്ടായി, സമ്മതിച്ചു. ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ആ കുട്ടികളുടെ അമ്മയും തെറ്റ് ചെയ്തിട്ടില്ല. കാരണം നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ അമ്മ വേറെ പലയിടത്തും ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിരിക്കും. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആ സാഹചര്യത്തിൽ നല്ലൊരു ഫാർമസിയിൽ നിന്ന്, ഏതെങ്കിലും എറണാകുളത്തൊക്കെ എന്തുമാത്രം ഫാർമസി ഉണ്ട്, അവരോടൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമുലാസ് സാധാരണഗതിയിൽ ആ കമ്പനിക്കാർ ഇഷ്ടംപോലെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ആരും ഒരു പൈസയും കൊടുക്കണ്ട, അവർ ഡൊണേറ്റ് ചെയ്യും. കാരണം അതൊരു സ്കീമാണ്. ഇവിടെ അമേരിക്കയിൽ ഞങ്ങളുടെ ലേബർ ആൻഡ് ഡെലിവറിയിലും പോസ്റ്റ്മോർട്ടത്തിലും ഫ്രീ ആയിട്ടാണ് ഫോമുലാസ് കൊടുക്കുന്നത്. അത്യാവശ്യമുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലാത്തവരെല്ലാം ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീഡ് ചെയ്യാനായിട്ട്? ആ കുട്ടിയുടെ പേരൻസ് അവകാശപ്പെട്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടിക്കളിച്ച് അങ്ങോട്ട് പോകുന്നത്? ഇവക്ക് 2 കുട്ടികളുമായിട്ട് ഇവള് മര്യാദയ്ക്ക് അവളുടെ വീട്ടിലിരിക്കുക. അല്ലെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് കെയറിൽ പോയി സ്ക്രീൻ ചെയ്യുക, അവൾക്കൊരു ഡിസീസും ഇല്ലെന്ന്. പക്ഷേ എല്ലാ ഡിസീസും 2, 3, 4 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പം പുറത്താകുക. HIV ഒക്കെ ആണെങ്കിൽ എത്രയോ നാളുകൾക്ക് ശേഷം അതൊന്ന് പുറത്തേക്കാകുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ഇത്രയും കാലം മാറി എല്ലാവിധ രോഗങ്ങളുടെയും നടുക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവക്ക് നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവളുടെ ബോഡിയിൽ ഇപ്പോഴും കോവിഡ് ഉണ്ടോ, എന്തെങ്കിലും അറിയാവോ? ഒന്നുമില്ലാതെ എന്തിനാ ഇങ്ങനെയൊരു സാഹസം ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടം പോലെ ഫോമുല കിട്ടും. ഫോമുലാസ് എനിക്ക് അറിയില്ല അവിടെ എന്തൊക്കെ ഫോമുലാസ് ഉള്ളതെന്ന്. ഇവിടെ എൻഫാമിൽ, സിമിലാക്ക്, അങ്ങനെ കുറെ ഫോമുലാസ് ഉണ്ട്. അവിടെ ലാക്ടോജൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും ലേബർ ആൻഡ് ഡെലിവറിയിലും പോസ്റ്റ്മോർട്ടത്തിലും നിയോനേറ്റൽ ഏരിയാസിലും ഫോമുലാസ് വെച്ചേ മതിയാകൂ. അതാണ് ഒരു ഡീസന്റ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഇന്ന് 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അഡ്വാൻസ്ഡ് ആകുക, ഭയങ്കര നാണക്കേട് നാണക്കേട് നാണക്കേട്. എനിക്ക് ഭയങ്കര ഷെയിം തോന്നുന്നു. ഞാനും ആ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ സ്ത്രീകൾ ഒരു പക്ഷെ പഠിച്ചപ്പോ ഒന്നേ നഴ്സിംഗ് പഠിച്ചപ്പോ നന്നായിട്ട് പഠിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒന്നും വായിച്ചിട്ടില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇന്റൻഷൻസ് കാണും. അതൊന്നും ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയല്ല, ആ കുഞ്ഞുങ്ങളുടെ ജോലിയല്ല. അവിടെ നിന്ന് ഓടിക്കണം നിങ്ങൾ. അതാണ് വേണ്ടത്.